ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ്. നമ്മൾ 10:30-ക്കാണ് കേട്ടോ വണ്ടി, ഓട്ടോ ആണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അടുത്താണ്, നമുക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ ഉപ്പയാണെങ്കിൽ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിച്ചു അപ്പോൾ ഓട്ടോ വിളിച്ച് പോകാമെന്ന്. ഉമ്മാൻ്റെ അനിയനുണ്ട് അവിടെ കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ മോനുവിനെ കൊണ്ടുപോകുന്നില്ല എയർപോർട്ടിൽ. ചിലപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാര്യം ഇവിടെ കുഴപ്പമൊന്നുമില്ല, പൊയ്ക്കോ ടാറ്റ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അവനെ കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ലേ. അപ്പോൾ എന്തായാലും 1 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ ഒരു 11:15 ആകുമ്പോൾ അവിടെ എത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ലൈവ് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടെ നേരത്തെ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഹായ് ടാറ്റ പറ. ടാറ്റ ബൈ ബൈ സീ യു. അപ്പോൾ അതേ പൊന്നൂസിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞു. അവനെ എണീറ്റിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ വരുന്നുണ്ട്. നമുക്ക് വേഗം ഇനി പുറത്ത് പോവാം. അപ്പോൾ പൊന്നൂസ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വരുമ്പോൾ ടോയ്സ് മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടായിരുന്നത്. പിന്നെ ഉമ്മാൻ്റെ കൂടെ അല്ലേ, അപ്പോൾ വലിയ കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് വിട്ട് വെക്കുന്നതെങ്കിലും വലിയ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓട്ടോ വരുന്നുണ്ട്. നമ്മൾ അറിയുന്ന ഒരാളുടെ ഓട്ടോയാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആറ്റയാണ് എന്നെ കൊണ്ടുവിടാൻ വരുന്നത്. ഉപ്പ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആറ്റാനെ ഏൽപ്പിച്ചു. അപ്പോൾ ആറ്റയും ഞാനും കൂടിയാണ് പോകുന്നത്. അവിടെ ആണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനും പറ്റില്ല ഓട്ടോ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ആദ്യമായിട്ട് എയർപോർട്ടിൽ പോകുന്നവർക്ക് അതുപോലെ ഫ്ലൈറ്റിൽ കയറുന്നവർക്കുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഞാൻ ഒന്നും അറിയാണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പെടലൊക്കെ പെട്ടു ഞാൻ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ മട്ടന്നൂർ എത്താറപ്പോഴേക്കും നല്ല മഴ പെയ്തു, നല്ല മഴയായിരുന്നു. അപ്പോൾ അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മട്ടന്നൂരിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള റോഡ് കയറാണ്. നമുക്ക് അടുത്താണ്, ഒരുപാട് ദൂരമൊന്നുമില്ല, വളരെ അടുത്താണ്. അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് ബാക്കി കാണാം. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്, കാരണം എനിക്ക് ലൈവ് പോകാനും അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ടൈം വരുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യേണ്ടിട്ടുണ്ടെങ്കിലോ വെച്ചിട്ട് ഞാൻ വേഗം വന്നതാണ്. അപ്പോഴേ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ എയർപോർട്ടിൽ വന്നിട്ടില്ല. ഇത് എയർപോർട്ട് ഓപ്പൺ ആയ സമയത്ത് നമുക്ക് ഗാലറിയിലൊക്കെ ഇങ്ങനെ കയറി ഇതൊക്കെ കാണാച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ അടുത്തുനിന്ന് ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു, പൈസയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും കയറാൻ വന്നേക്കാണിത്. ആറ്റയാണ് കേട്ടോ, ഉമ്മാൻ്റെ അനിയനാണ്. ഉമ്മക്ക് ആകെ ഒരു ബ്രദറേ ഉള്ളൂ. അപ്പോൾ അവരാണ് എന്നെ കൊണ്ടുവിടാൻ വന്നിട്ടുള്ളത്. പിന്നെ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആറ്റയ്ക്ക് തിരിച്ച് അതിൽ തന്നെ പോവുകയും ചെയ്യാം. ഞങ്ങളിവിടെ കണ്ണൂരൊക്കെ ആറ്റാന്നാണ് കേട്ടോ പറയുക, ചില സ്ഥലത്ത് മാമെന്ന് വിളിക്കും. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ നമ്മുടെ എൻട്രൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ ഡിപ്പാർച്ചറിലുള്ള എൻട്രൻസിലേക്ക് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ പോകേണ്ടത്. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തില്ലേ പഠിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയി അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്താണോ ആരെയും കാണാത്തതെന്ന്. അപ്പം ഞാനിവിടെ ഇങ്ങനെ കയറി വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെയല്ല അപ്പുറത്ത് കൂടെ വരണം എന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും അപ്പുറത്തേക്ക് പോയി തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുവഴി കയറി കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് അവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ച് എല്ലാം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വരിക വേണ്ടത്. അപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ വേഗം കഴിയുണ്ടായിരുന്നു. അപ്പോൾ ആറ്റ് പോയിട്ടൊന്നും ഇല്ല കേട്ടോ. ആറ്റ് എന്തായാലും ഞാൻ കയറിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ പറഞ്ഞു പോയിക്കോളാം, പക്ഷേ ആറ്റ് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിത് അങ്ങേ അറ്റത്ത് പോയിട്ട് അവിടെ ആ പേപ്പറൊക്കെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അപ്പോൾ അതേ ഇപ്പോൾ എൻ്റെ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. അതൊക്കെ നോക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പോയി. ഇത് ഒരുപാട് തവണ ഈ ഫ്ലൈറ്റിൽ പോകുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ അയ്യേ ഇതെന്താന്ന് തോന്നും. പക്ഷേ എൻ്റെ പോലെ ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് ഇനിയും ബാക്കി നമുക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കാണിക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഇനി എൻ്റെ ഊഴാണ്. ഞാൻ പോയി പേപ്പറൊക്കെ കാണിച്ച് ഞാൻ അകത്ത് കയറട്ടെ. അപ്പോൾ അതേ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഇൻഡിഗോൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം.
ഞാൻ വെബ് ചെക്കിനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് ഞാൻ അടുത്തെത്തിയപ്പോഴാണ് അറിയണത് അത് ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഫുള്ള് ഫ്രീ ആയിരുന്നു, കാലിയായിരുന്നു കേട്ടോ, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ചെക്ക് ഇൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ അത് ഭയങ്കര തിരക്കായി, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ലഗേജൊക്കെ കൊടുത്തു വിടുന്നത്. നമുക്ക് കയ്യിൽ വെക്കേണ്ടത് നമുക്ക് കയ്യിൽ വെക്കാം, അല്ലാത്തത് നമുക്ക് കയറ്റി വിടാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു പെട്ടി ഇതിലേക്ക് കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഹാൻഡ് ബാഗ് മാത്രമേ കയ്യിൽ വെക്കുന്നുള്ളൂ. ഹാൻഡ് ബാഗിലാണെങ്കിൽ നമുക്ക് ലിക്വിഡായിട്ടുള്ളതൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെക്ക് ഇന്നൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഗ് ഫുള്ളായിട്ട് അവർ ചെക്ക് ചെയ്യും. മൊബൈൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളവിടെ വെച്ച് അങ്ങനെയൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന വരെ ഞാൻ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചു. പക്ഷേ ഇതിനപ്പുറത്തോട്ട് പിന്നെ നമുക്ക് ആ ചെക്കിങ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എൻ്റെതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബാഗൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനി നമുക്ക് ബാക്കി കാണാം. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ പോകണം. ഞാൻ കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊന്ന് ലൈവ് പോകണമെന്നുണ്ടായിരുന്നു. അത്യാവശ്യം സമയമുണ്ട് ലൈവ് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്ന് നമുക്കൊരു ലൈവ് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വന്ന ലൈവ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫ്ലൈറ്റ് കാണാം. ഒരുമിച്ച് ഇത്രയധികം നമ്മൾ അന്ന് ഗാലറിയിൽ വന്ന് ഫ്ലൈറ്റ് കാണാൻ വന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ അടുത്തന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. മാസ്ക് ഉള്ളതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറണം. അപ്പോൾ പക്ഷേ സമയമായിട്ടില്ല, ഫസ്റ്റ് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കാലിയാണ്, അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫേസ് ഷീൽഡും അതുപോലെ തന്നെ മാസ്ക് പിന്നെ സാനിറ്റൈസറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാനുള്ള ബസ് വരുന്നതിന് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ബസ്സിലേക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ് ടു ഡേറ്റ് ആയിട്ട് ഫോട്ടോസ് ഞാൻ ഇടുന്നുണ്ട്, ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്നും കാണാനില്ല, ഫോണിലൊന്നും കാണാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മൊത്തമായിട്ട് ബ്ലേഡായ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെ അങ്ങ് ശരിയായി. ആദ്യം ഇട്ടപ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെ നമ്മുടെ ബസ് വന്നു, നമുക്കിനി ഇതിൽ കയറാം. കുറേ സമയമൊന്നുമില്ല, ജസ്റ്റ് അപ്പുറത്തോട്ട് പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ ഇപ്പം നമ്മൾ ബസ് എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന വേറൊരു ഫീലാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ റോഡിൽ കൂടെ പോകുന്ന പോലെയല്ല, എവിടെ നോക്കിയാലും ഫ്ലൈറ്റുകൾ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ബസ്സിൽ പോകുന്ന സമയത്ത് കാറ് ബൈക്ക് അങ്ങനെയൊക്കെയല്ല കാണാം. അപ്പോൾ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊത്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് കയറുന്നു, ആൾക്കാർ കയറുന്നു ഇറങ്ങുന്നു, അങ്ങനെ കുറേ പരിപാടി. അപ്പോൾ അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ടിക്കറ്റൊക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ അകത്ത് കയറുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ മൊമെൻ്റ് ഉണ്ടല്ലോ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനിത് വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ കാണാം എനിക്ക്. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു മെമ്മറബിൾ ഒരു ടൈമാണത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതേ ഞാൻ ഇതിനകത്തോട്ട് കയറാണ്. അപ്പം ഞാൻ വിൻഡോ സൈഡിലുള്ള സീറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യമായിട്ട് പോവല്ലേ, നമുക്ക് ഫുള്ള് പുറത്തേക്കൊക്കെ ഒന്ന് കാണാമല്ലോ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ സീറ്റിലിരുന്ന് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഞാൻ എങ്ങനെ നോക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, തുറിച്ച് നോക്കുകയാണ്, ക്യാമറ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല വൃത്തിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാറായി, ഏകദേശം ടൈമൊക്കെ ആയി, അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫ്ലൈറ്റ് എടുത്ത് തുടങ്ങി. ഭയങ്കര എടുത്തപ്പോൾ തന്നെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, ഒരു പേടി വന്നു. വിട്ടപ്പോഴല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു പേടിയല്ല, നമുക്കൊരു വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ, ഒരു തലകറങ്ങണ പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു റിസ്വാന എന്ന് പറഞ്ഞിട്ടല്ലേ, അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് കേട്ടോ. ആ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ മിഠായി ചോദിച്ചു. ഞാനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മിഠായി വായിലിട്ടപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പോയി. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണാനായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ മേഘം വന്ന് മൂടും, കുറച്ച് നേരം പിന്നെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാം. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും ബാക്കി ആ ടേക്ക് ഓഫിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഏകദേശം ഇറങ്ങാനായി. 2 മണിക്കൂർ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഹൈദരാബാദിലേക്ക്. അപ്പം നമ്മളിത് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പുള്ളിക്കാരിയുടെ മോൾക്കൊരു ചാനലുണ്ടായിരുന്നു കേട്ടോ, ഹംന ഷെബി എന്നാണെന്ന് തോന്നുന്ന പേര്. അപ്പോൾ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എത്തി. അപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാൻ ലഗേജ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ലഗേജ് കയറ്റി വിട്ടതല്ലേ, അപ്പോൾ അതിന് വേണ്ടി ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഭയങ്കര എന്താ പറയുക, എൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ഇത്, ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത്. വേറെ ചാൻസ് ഒന്നും ഇപ്പോൾ എനിക്ക് എന്തായാലും വരാനില്ല, ഗൾഫിലോട്ടൊന്നും പോകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഡ്രീം അങ്ങ് കഴിഞ്ഞു, ഭയങ്കര ഹാപ്പി. അപ്പോൾ അതേ നമ്മൾ പിക്ക് ചെയ്യാനുള്ള ബസ് ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് അതിൽ കയറിയിട്ട് ഇനി എയർപോർട്ടിലേക്ക് പോവാം. അപ്പോൾ അത് ഇവരാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് കിട്ടിയ ഫ്രണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ. പറഞ്ഞിട്ടെ റിസ്വാനയും മോളും ഹസ്ബൻഡും ഉണ്ടായിരുന്നത്. അവർ കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നാണ് കേട്ടോ. അവർ മുംബൈക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ മുംബൈക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിനി പോയിട്ട് എൻ്റെ ലഗേജ് എടുക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ ലഗേജ് ഇവിടെ വരുന്നുണ്ട്. ആദ്യം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിരുന്നു, ഞാൻ വേറെ സ്ഥലത്താണ് പോയത്. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി ഇൻഡിഗോൻ്റെ ലഗേജ് എവിടെയാണ് വരുന്നത്, അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ വരുന്നവർ ഇതൊക്കെ കാണുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കൂളായിട്ട് വരാൻ പറ്റും. അല്ലെങ്കിലും അതിനകത്ത് ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, നമുക്ക് ടെൻഷനൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് കഫേയും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാം. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഹോട്ടലിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം, അഥവാ ഇഷ്ടമായിട്ടില്ലെങ്കിൽ മാറ്റണം. അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനാണ്, ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വരും. ഇന്ന് ഞാൻ എയർപോർട്ടിലെ കുറച്ച് ഇൻഫർമേഷൻസ് അങ്ങനെ പാസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ മാത്രമായിട്ട് ഇട്ടിട്ടുള്ളത്. കുറച്ച് പേർക്കെങ്കിലും യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ, താങ്ക് യു ഫോർ വാച്ചിങ്.